എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒന്ന് വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. സഹോദര, ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നു? ഉണ്ട്, ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. അത് ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചും വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ്? ചുമ്മാ ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മാത്രമല്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. നിങ്ങൾ സത്യമായി ദൈവത്തെ അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. പാവപ്പെട്ട ജനം ദൈവത്തെ അറിയാൻ വേണ്ടി തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നു. ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു, ചെലവഴിക്കുന്നു, ലക്ഷങ്ങൾ കോടികൾ ചെലവഴിക്കുന്നു. പക്ഷെ ദൈവത്തെ കണ്ടുകിട്ടുന്നില്ല. എന്നാൽ ഒന്നും ചെലവഴിക്കാതെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നവനാണ് യേശുക്രിസ്തു. നമ്മുടെ ഒരു പൈസയും വേണ്ട, നമ്മുടെ പണം വേണ്ട. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, മകനെ, നിന്റെ ജീവിതം എനിക്ക് തരാമോ? നിന്റെ കറവരന്റെ ജീവിതം എനിക്ക് തരാമോ? നിന്റെ തകർന്ന തരിപ്പണമായി പോയ ഭാവി എന്റെ കരങ്ങളിലേക്ക് തരാമോ എന്നാണ് യേശു ചോദിക്കുന്നത്. തകർന്ന ജീവിതം കൊടുക്കൂ യേശുവിന്റെ കരങ്ങളിലേക്ക്. ഏത് തകർന്ന ജീവിതങ്ങളെയും പുതുക്കിപ്പണിയുന്ന ഒരു യേശു ഉണ്ട്. കടബാധ്യത കൊണ്ട് തകർന്നതാണോ നിങ്ങളുടെ ജീവിതം? രോഗത്താൽ തകർന്ന തരിപ്പണമായി പോയതാണോ നിങ്ങളുടെ ജീവിതം? ബാല്യത്തിലെ അപ്പൻ മരിച്ച്, ചെറുപ്രായത്തിൽ അമ്മയും മരിച്ച് നിരാശപ്പെട്ടു പോയതാണോ നിങ്ങളുടെ ജീവിതം? കൊടുക്കൂ യേശുവിന്റെ കരങ്ങളിലേക്ക്. യേശു ഏറ്റുവാങ്ങും. ഇന്ന് നിന്റെ തകർന്ന ജീവിതം യേശുവിന് കൊടുത്താൽ നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവിനും നിന്റെ പുതുക്കപ്പെട്ട ജീവിതം ഒരു അനുഭവമാകും, ഒരു അനുഗ്രഹമാകും. കൊടുക്കൂ.